അമ്മയെ കാണാത്ത സിനിമാ താരങ്ങളില്ല. ജൂനിയർ ആർട്ടിസ്റ്റ് മുതൽ മെഗാസ്റ്റാർ വരെ വന്ന് ലാലേട്ടൻ്റെ അമ്മയെ കണ്ടു. ആർക്കും ഒരു കുഴപ്പമില്ല. അവിടെ ഗേറ്റ് 6:30 മുമ്പിലും അടച്ചിട്ടില്ല. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചെന്ന് ലാലേട്ടൻ്റെ അമ്മേനെ കാണാം. അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ലാലേട്ടനും ലാലേട്ടൻ്റെ കുടുംബക്കാർക്കൊക്കെ ഏറ്റവും വലിയ പ്രശ്നമായത് ഈ ഫോണും കൈ പിടിച്ച് നിന്നിട്ട് ഈ യൂട്യൂബർമാരും സാധാരണക്കാരും ചാനലുകാരും എല്ലാവരും അവരെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു, ഒരുപാട് കഷ്ടപ്പെട്ടവർ. എന്നിരുന്നിട്ട് പോലും ലാലേട്ടൻ ആരോടും വഴക്ക് പറയാനോ ദേഷ്യപ്പെടാനോ ഒന്നിനും നിന്നില്ല. വളരെ നല്ല രീതിയിലാണ് വന്ന എല്ലാവരും അടുത്തും പെരുമാറിയത്. അത് ലാലേട്ടൻ്റെ മാന്യതയാണത്. മുഖ്യമന്ത്രി തന്നെ വന്നു. മുഖ്യമന്ത്രി വന്നപ്പോൾ റീത്ത് വെച്ചിട്ട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിക്ക് വയ്യെങ്കിലും മൂപ്പര് നടന്ന് എല്ലായിടത്തും എത്തും. അതിൻ്റെ റീത്ത് വെച്ച് കഴിഞ്ഞിട്ട് ലാലേട്ടനോട് എന്തോ ചെവിട്ടിൽ സംസാരിച്ചു. ലാലേട്ടൻ അത് കേട്ടു. എത്ര ഭവ്യതയോടെയാണ് ലാലേട്ടൻ നിൽക്കണമെന്നറിയാം. അതിനെ കൈ കൊടുത്തു. അദ്ദേഹം തിരിച്ചു പോയി. ഇതേപോലെ തന്നെയാണ് ശ്രീനിവാസിൻ്റെ മരണത്തിലും മുഖ്യമന്ത്രി സാറ് വന്നത്. അപ്പോൾ ഒരു മനുഷ്യനെ കണ്ട പോലെങ്കിലും മൂപ്പരൊന്നൊരു ബഹുമാനം കൊടുക്കേണ്ടതാണെന്ന് ധ്യാൻ അതുപോലും കൊടുത്തില്ല. ഇവിടെ മോഹൻലാലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമ്മയാണ് മരിച്ചു കിടക്കുന്നത്. എന്നിരുന്നാലും ആ കാണാൻ വരുന്നവരോടുള്ള മാന്യത അദ്ദേഹം എത്ര സങ്കടം ഉള്ളിലുണ്ടെങ്കിലും മാന്യമായിട്ടാണ് പെരുമാറിയത്. പക്ഷേ ഇവിടെ സോഷ്യൽ മീഡിയയിൽ മാന്യമല്ലാണ്ട് പെരുമാറിയ കുറച്ച് ആൾക്കാരുണ്ടായി. നമ്മുടെ ബിഗ് ബോസ് താരം രേണുസുതി ലാലേട്ടൻ്റെ അമ്മേനെ കാണാൻ വന്നു. അത് വന്നോട് കൂടിയിട്ട് ആൾക്കാർക്ക് ദഹിച്ചില്ല. ആൾക്കാർ പറയണത് എന്താണ്? സോഷ്യൽ മീഡിയയിൽ പറയണത് അവിടെ തന്നെ അടക്കം പറയേണ്ടതായിരുന്നു. എന്താണ്, ഇവളൊക്കെ ലാലേട്ടൻ്റെ അമ്മേനെ കാണാൻ വരാനുള്ള ക്വാളിറ്റി ഇവൾക്ക് ഉണ്ടാ? ഇവളൊക്കെ എന്തിനവിടേക്ക് വന്നത്? ഇവളൊക്കെ ആരാന്ന് വെച്ചിട്ടുള്ള വിചാരം? ഇവളെയൊന്നും അടിച്ചതിനകത്ത് കയറ്റരുത്. ഇവളൊക്കെ പടിയടിച്ച് പിണ്ണം വെക്കണം. ലാലേട്ടൻ്റെ അമ്മേനെ കാണാനോ ഒരാളുള്ള യോഗ്യതയൊന്നും രേണുസുതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ആ കുട്ടീനെ ഒരുപാട് അപമാനിച്ചു. ഞാനൊന്ന് ചോദിക്കട്ടെ, ലാലേട്ടൻ്റെ ബിഗ് ബോസ് ഷോയിലെ ഒരു മത്സരാർത്ഥിയാണ്. അതിപ്പോൾ മത്സരാർത്ഥി അല്ലെങ്കിലും ലാലേട്ടനിപ്പോൾ രേണുസുതിനെ അറിയില്ലെങ്കിലും ആർക്കും അവിടെ ചെല്ലാലോ, ലാലേട്ടൻ്റെ അമ്മേനെ കാണാലോ. ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം ഉണ്ടായില്ല. നിങ്ങൾ വെറുതെ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആ കുട്ടീനെ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ അലമ്പുണ്ടാക്കണത് എന്തിനാ? ആ കുട്ടി എങ്ങനെയൊക്കെ ജീവിച്ച് പോട്ടെ. ആ കുട്ടിക്കുള്ള ഒരു വിഷമം കൊണ്ട് സങ്കടം കൊണ്ട് ചെന്നു, ലാലേട്ടനെ കണ്ടു, അമ്മേനെ കണ്ടു. അവർ ദുഃഖത്തിൽ പങ്കുചേരുക, അതാണ് വേണ്ടത്. വെറുതെ ആ കുട്ടീനെ ഇങ്ങനെ ചീത്തയും പറഞ്ഞ് അവർക്ക് എന്താ ഒരിക്കലും പോക്കൂടെ? അതാണ് ഞാൻ ചോദിക്കുന്നത്. വൃത്തികെട്ട പരിപാടി ഇതൊക്കെ നിർത്തേണ്ട സമയം കഴിഞ്ഞു കേട്ടോ. ഇത്രയും നമുക്ക് പറയാനുള്ളൂ. അതെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ ആ പാവം.